ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശില്പ. ഇതെൻ്റെ ചാനലാണ് ലൈഫ് സ്റ്റൈൽ ബൈ ശില്പ. പൊതുവേ ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇടാറ്. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജിദ്ദയിലുള്ളൊരു കാർണിവൽ കാണാനാണ് കേട്ടോ. നമ്മൾ തേഴ്സ്ഡേ ഈവനിങ് ആണ് വന്നത്. തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്കും വലിയ തിരക്ക് കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഫ്രൈഡേ ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് തേഴ്സ്ഡേ നൈറ്റ് ആയപ്പം നല്ല റഷായിരുന്നു. നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കുട്ടികൾക്കുള്ള ഗെയിമിങ് ഏരിയ കേട്ടോ. അവിടെ ഫുൾ ഗെയിംസും കാര്യങ്ങളും ഫേസ് പെയിൻറ്റിങ്ങും അതൊക്കെയാണ്. മോൾക്ക് ഫേസ് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ ഷേപ്പിൽ ചെയ്തത്. അവിടുത്തെ ഇതേ കണക്ക് ഏഷ്യ, ആഫ്രിക്ക, ഈജിപ്റ്റ്, ഇന്ത്യ, GCC അങ്ങനെ ഓരോ കൺട്രീസിൻ്റെ ഓരോ പവലിയൻ പോലെ ഓരോ സ്റ്റോറുകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏഷ്യയിലോട്ടാണ് പോയത്. ഏഷ്യയിൽ ഇതേ കണക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വുഡൻ പീസസുകളും ഷോ പീസുകളും കാര്യങ്ങളൊക്കെ കണ്ടു. കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാഗ് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫേക്ക് ബാഗ്സ് ഇല്ലേ, ബ്രാൻഡഡ് ബാഗ്സിൻ്റെയൊക്കെ ഫേക്ക് കോപ്പി വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആദിവാസി ഹെർബൽ ഓയിലിൻ്റെ സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലേഡീസിന് പറ്റിയ ഇഷ്ടംപോലെ ഡ്രസ്സിങ് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അബായാസും പിന്നെ ബാഗുകളുടെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റാണ്. നമ്മൾ 5 റിയാൽ 20 റിയാൽ ഷോപ്പിലൊക്കെ കാണുന്ന പോലത്തെ ഐറ്റംസൊക്കെ തന്നെ ആയിരുന്നു. എന്നാൽ ഇവിടെ അതിനൊക്കെ 50, 60, 70 റിയാൽസിലായിരുന്നു വിൽക്കുന്നത്. പിന്നെ കുറേ ജ്വല്ലറി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കോമൺ ആയിട്ട് ഇവിടെയും കാണുന്ന ടൈപ്പ് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ പോയത് ആഫ്രിക്കൻ പവലിയനിലോട്ടായിരുന്നു കേട്ടോ. അവിടെ അവരുടെ സ്നാക്സൊക്കെയാണെന്ന് തോന്നുന്നു. കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ബാഗ്സും ഡ്രസ്സുകളൊക്കെ കണ്ടു. അതേപോലെ തന്നെ കുറേ പാത്രങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട്. പിന്നെ ഇഷ്ടംപോലെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ ഇഷ്ടംപോലെ അവരുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഭയങ്കര ഫേമസ് ആണല്ലോ. സ്പെഷ്യലി ഹെയർ ട്രീറ്റ്മെൻറ്റ് പ്രോഡക്ട്സൊക്കെ, അങ്ങനെ കുറേ പ്രോഡക്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് ജ്വല്ലറി കളക്ഷൻസൊക്കെ കണ്ടായിരുന്നു. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞ പോലെ നല്ല റേറ്റാണ് എല്ലാത്തിനും. 100 റിയാലും 50 റിയാലൊക്കെയാണ് അവർ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത്. ആഫ്രിക്ക എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ആഫ്രിക്കയിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതി തോന്നി. നെക്സ്റ്റ് പോയത് ടർക്കി ആയിരുന്നു കേട്ടോ. ടർക്കിയും മൊറോക്കോയും എല്ലാം ഒരുമിച്ചായിരുന്നു. ടർക്കി ഇതേ പറഞ്ഞ പോലെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആദ്യം തന്നെ വന്നപ്പം നമ്മൾ കാണുന്ന ടർക്കിഷ് ഐസ്ക്രീം ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം ഷോപ്പായിരുന്നു ഒരെണ്ണം. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ടർക്കിഷ് ഡെസേർട്ട്സൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ബക്ലാവയും പിന്നെ കുറേ വെറൈറ്റി ടർക്കിഷ് സ്വീറ്റ്സൊക്കെ കണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് തന്നെ കുറച്ച് ജ്വല്ലറി ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്രേസ്ലെറ്റ്സും നെക്ക് പീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നല്ല ക്രോക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. പിന്നെ കുറച്ച് എസ്തറ്റിക് മോഡലായിട്ടുള്ള കപ്പ് സോസസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ടർക്കിഷ് ലാമ്പുകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടർക്കിഷ് ലാമ്പുകളും ചാംസും ഈവിളായി ചാംസൊക്കെ ഇല്ലേ. എന്താ ഈ കുഞ്ഞ് കപ്പ് സോസറൊക്കെ കാണാൻ നല്ല രസമില്ലേ. എല്ലാം സെറാമിക് മോഡലാണ് കേട്ടോ. എല്ലാം സെറാമിക്കാണ്. പിന്നെ എന്താ താഴെ ഉള്ളതൊക്കെ ഇത് ഫൈബർ മോഡലാണെന്ന് പറഞ്ഞു. താഴെ ഇരിക്കുന്നതൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഫൈബർ മോഡലാണ്. മറ്റേത് സെറാമിക്ക. അതൊക്കെ കാണാൻ നല്ല രസമില്ല. ഇതും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടർക്കി പവലിയനും നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ആഫ്രിക്കൻ ടർക്കിയും ആയിരുന്നു ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ സെയിം നമുക്ക് സാധാരണ ഷോപ്പിൽ കിട്ടുന്ന സെയിം സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതാണ് പിന്നെ വീഡിയോ എടുക്കാൻ. പിന്നെ ഇത് ഇഷ്ടംപോലെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡും ഇത്രയും കൺട്രീസിൻ്റെ ടൈപ്പ് തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി വലിയൊരു
പ്ലേയിങ് ഏരിയ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെയും കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര ഒരു ടിക്കറ്റിന് തന്നെ നമുക്ക് ഒരുപാട് റൈഡിലൊക്കെ കയറാം. ഓവറോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ വീക്ക് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ, രാത്രി വന്നു കഴിയുമ്പോൾ ഇത്രയും തിരക്ക് കാണത്തില്ല, കുറച്ചും കൂടെ റഷ് കുറവായിരിക്കും. പിന്നെ ഈ കാർണിവൽ ഫ്രീ എൻട്രി ആണ് കേട്ടോ. നമുക്ക് അഡൽട്ട്സിനും ചിൽഡ്രനും എല്ലാം ഫ്രീ എൻട്രി ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ കുട്ടികൾക്ക് മാത്രം ഇതേ കണക്ക് ഒരു റൈഡിലൊക്കെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അതും പല റേറ്റിൻ്റെ ടിക്കറ്റ് ഉണ്ട്, നമുക്ക് വേണ്ടുന്നത് ചൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്, അപ്പോൾ എന്തുമാത്രം മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോ, ഫ്ലോസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇനിയും ഇതേപോലെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു സോ മച്ച്.